ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSCയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ PWDയിലേക്കുള്ള പുതിയ നോട്ടിഫിക്കേഷൻ വരികയാണ്. 2025 ജൂൺ 23 ചേർന്ന PSC കമ്മീഷൻ യോഗ തീരുമാനത്തിലാണ് ഈ പുതിയ നോട്ടിഫിക്കേഷന്റെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ലാസ്റ്റ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് 2022 അപ്പോൾ 2022 നോട്ടിഫിക്കേഷൻ വന്ന എക്സാമിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2024 മെയ് മാസം 6-ാം തീയതിയാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന് ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ PSC പബ്ലിഷ് ചെയ്യിക്കാൻ പോവുകയാണ്. അപ്പോൾ സിവിൽ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് എപ്പോഴത്തെയും പോലെ തന്നെ ഇത് വളരെ മികച്ചൊരു അവസരം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ ഇതിന്റെ ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ, ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്ന ടൈമിൽ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BSc or BTech ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് Civil of the Kerala University or BE degree Civil of the Madras University or any other qualification recognized as equivalent. Or next qualification അവർ പറയുന്നത് Associate Membership Diploma of the Institution of Engineers India in Civil Engineering or any other diploma recognized as equivalent. ഓർ നെക്സ്റ്റ് അവരൊരു ക്വാളിഫിക്കേഷൻ വീണ്ടും പറയുന്നുണ്ട്, അത് പാസ് ഇൻ സെക്ഷൻസ് A and B ഓഫ് ദി അസോസിയേറ്റ് മെമ്പർഷിപ്പ് എക്സാമിനേഷൻ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. ഇതിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് 55,200 മുതൽ 1,15,300 രൂപ വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് 21 മുതൽ 40 വയസ്സ് വരെയാണ്. അപ്പോൾ നമുക്കിതിന്റെ എക്സാം ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ, ഇതിന്റെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ 2022 വന്ന നോട്ടിഫിക്കേഷൻ 660/2022 വന്ന നോട്ടിഫിക്കേഷന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 6/5/2024 അതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 56.33 ആയിരുന്നു. ടോട്ടൽ അഡ്വൈസ് വന്നിരിക്കുന്നത് 40 ആണ്. ടോട്ടൽ 70 പേരായിരുന്നു മെയിൻ ലിസ്റ്റിലുള്ളത്. അപ്പം 70 പേര് മെയിൻ ലിസ്റ്റിലുള്ള ലിസ്റ്റിൽ നിന്ന് 40 പേർക്ക് ഇപ്പോൾ തന്നെ അഡ്വൈസ് പോയിട്ടുണ്ട്. ഇതിന് തൊട്ട് മുമ്പ് നടന്ന എക്സാം, അതായത് 238/2018 കട്ട് ഓഫ് എന്ന് പറയുന്നത് 52.33 ആയിരുന്നു. ഇതിന്റെ ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് 166 ആണ്. അപ്പോൾ അന്നും നല്ല നമ്പർ ഓഫ് വേക്കൻസീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് നടന്ന എക്സാമിനും നല്ലൊരു നമ്പർ ഓഫ് വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ നോട്ടിഫിക്കേഷനിലും നല്ലൊരു നമ്പർ ഓഫ് വേക്കൻസീസ് തന്നെ പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ സിവിൽ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഈ കിട്ടിയ അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഈ എക്സാമിന് AE സിവിൽ എക്സാമിന്റെ സിലബസ് എന്താണെന്നും എക്സാം പാറ്റേൺ എന്താണെന്നും അതേപോലെ എങ്ങനെ പഠിച്ചു തുടങ്ങാം, അതിന്റെ സ്റ്റഡി സ്ട്രാറ്റജിയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു വെബിനാർ നിങ്ങൾക്കായിട്ട് കണ്ടക്ട് ചെയ്യുകയാണ്. അപ്പോൾ വെബിനാർ വരുന്നത് ജൂൺ 29 രാത്രി 8 മണിക്കാണ്. അപ്പോൾ നിങ്ങൾ ഈ വെബിനാറിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന്റെ കംപ്ലീറ്റ് ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം എങ്ങനെ തയ്യാറെടുക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വെബിനാറിൽ പങ്കെടുക്കാനായിട്ട് നമ്മുടെ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ കഴിഞ്ഞ 6 വർഷമായിട്ട് കേരള PSCയുടെ ടെക്നിക്കൽ എക്സാംസുകൾക്കുള്ള കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു AE സിവിൽ എക്സാമിനായിട്ടും നമ്മളുടെ ഒരു ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ കോച്ചിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനിലൂടെയും അതേപോലെ ഒരു ഗൈഡൻസിലൂടെയൊക്കെ ഈ എക്സാമിനായിട്ട് തയ്യാറെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ കോഴ്സിലെ ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സസ്, അതേപോലെ ലൈവ് ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസ്, അതേപോലെ നിങ്ങൾക്ക് ഒരു മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ കണ്ടന്റുകളും നമ്മുടെ ഈ കോഴ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും നമ്മൾ നേരത്തെ പറഞ്ഞ ജൂൺ 29 നടക്കുന്ന വെബിനാറിൽ പങ്കെടുക്കാനുമായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.